നമസ്കാരം. BBC പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടയ ഓർഡിനൻസ് ലാപ്സാക്കിയ UDF സർക്കാരിന്റെ നയം അപലപനീയമെന്ന് കേരള കോൺഗ്രസ് ലയനവിരുദ്ധ വിഭാഗം ചെയർമാൻ PC തോമസ്. മ്ലാവിന്റെ കൊമ്പുമായി 2 പേർ കലൂർക്കാട് പോലീസിന്റെ പിടിയിലായി. ഐക്യമലയാരി മഹാസഭ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിന് 100% വിജയം. 40 കുട്ടികൾക്ക് A1 ലഭിച്ചു. കരിമണ്ണൂരിൽ പച്ചക്കറി വില നിയന്ത്രണ മാർക്കറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോണി ഉദ്ഘാടനം ചെയ്തു. വികലാംഗ യൂണിയൻ ജില്ലാ സമ്മേളനം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് ആയുർവേദ പരിശീലന ക്യാമ്പ് വിജയകരമായി മുന്നേറുന്നു. PS സലിംകുട്ടി നേതൃത്വം നൽകി വരുന്നു. തൊടുപുഴ വൈസ് കിഡ്സ് അബാക്കസ് സെന്ററിൽ അബാക്കസ് ദിനം ആചരിച്ചു. വാർത്തകൾ വിശദമായി. പട്ടയം നൽകുമ്പോൾ 1993 KM മാണി റവന്യൂ മന്ത്രിയായിരുന്നപ്പോൾ വെച്ച നിബന്ധന പാടില്ല എന്ന കൃഷിക്കാരുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് LDF സർക്കാർ കൊണ്ടുവന്ന പട്ടയ ഓർഡിനൻസ് ലാപ്സാക്കിയ UDF സർക്കാർ നയം അപലപനീയമാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PC തോമസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോഴേ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത് 2000 പട്ടയം ഉടനെ കൊടുക്കും എന്നാണ്. പക്ഷേ ഇതിന് വേണ്ട നിയമനിർമ്മാണം നടത്തിയിട്ടില്ല. വാസ്തവത്തിൽ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പട്ടയം ഉപാധിരഹിതമായി തന്നെ നൽകുവാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം നടപ്പാക്കിക്കൊണ്ട് ഓർഡിനൻസ് കൊണ്ടുവരികയും ചെയ്തു. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് ഭൂനിയമം ഭേദഗതി ചെയ്ത് കൈവശത്തിലിരിക്കുന്ന ഭൂമിക്ക് മുഴുവൻ ഉപാധിരഹിത പട്ടയം നൽകുന്നതിനും വേണ്ട നിയമം കൊണ്ടുവരണമെന്നും ഇത് ചെയ്യാതെ പട്ടയം നൽകുമെന്നും ഇപ്പോൾ പറയുന്നത് കർഷകരെ കബളിപ്പിക്കലാണെന്ന് PC തോമസ് വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അഗസ്റ്റിൻ വട്ടക്കുന്നേൽ, ജില്ലാ പ്രസിഡന്റ് ജോണി ചേരുംപറമ്പിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് സിനു വാനുമേൽ, പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിനു ഇല്ലിക്കൽ എന്നിവർ പങ്കെടുത്തു. ചുങ്കം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഇടവക ദിനം ആചരിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ചുങ്കം. ചുങ്കം എന്നുള്ള വാക്ക് തന്നെ ചുങ്കം പിരിവുമായി ബന്ധപ്പെട്ടാണ്. തെക്കങ്കൂർ വടക്കങ്കൂർ 2 രാജവംശങ്ങളുടെ അതിർത്തിയായിരുന്നു ഇത്. കച്ചവട കേന്ദ്രമായിരുന്നു. 1000 കൊല്ലത്തെ പഴക്കം ഈ പ്രദേശത്തിനുണ്ട്. ജ്ഞാനായ സമുദായത്തിൻ്റെ തുടക്കം ജ്ഞായി തൊമ്മനും. കോട്ടയം അതിരൂപത ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ 60 വർഷം പൂർത്തിയാക്കിയ ഇടവകാംഗങ്ങളായ ദമ്പതികളെ ആദരിച്ചു. തുടർന്ന് കലാപരിപാടികളും നടത്തി. മ്ലാവിന്റെ കൊമ്പുമായി 2 പേർ പോലീസ് പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടെ കലൂർക്കാട് ASI CV ജോസഫും പാർട്ടിയുമാണ് ഇവരെ പിടികൂടിയത്. മണർകാട് സ്വദേശി മോനായി, പറമ്പിൻചേരി ടിജോ എന്നിവരാണ് പിടിയിലായത്. ഒരു കാറും ബൈക്കും കസ്റ്റഡിയിലെടുത്തു. തൊണ്ടിമുതലും പ്രതികളെയും വനം വകുപ്പിന് കൈമാറി. കരിമണ്ണൂർ പബ്ലിക് ലൈബ്രറി തുറന്നു പ്രവർത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കരിമണ്ണൂർ പഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന ലൈബ്രറി കൃത്യമായി തുറന്നു പ്രവർത്തിച്ചിട്ട് നാളുകളേറെയായി. വല്ലപ്പോഴും മാത്രം പ്രവർത്തിക്കുന്ന ലൈബ്രറി തുറക്കുന്ന ദിവസങ്ങളിൽ കൃത്യത പാലിക്കാത്തതും വായനക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു. ലൈബ്രറി അടിയന്തരമായി തുറന്നു പ്രവർത്തിക്കണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും കരിമണ്ണൂർ മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു കൊന്നനാൽ ആവശ്യപ്പെട്ടു.
കരിമണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ലൈബ്രറി, ടൗണിലുള്ള ലൈബ്രറി കുറേ കാലങ്ങളായിട്ട് അടച്ചിട്ടേക്കുകയാണ്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇന്ന് വായനാശീലം വളരെ കുറഞ്ഞ് വരുന്ന കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആൾക്കാരാണ് ഈ ലൈബ്രറിയെ ആശ്രയിച്ച് നിൽക്കുന്നത്. പക്ഷേ അവർ വരുമ്പോൾ ഐക്യമലയറിയ മഹാസഭ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടന്നു. പി.ടി. തോമസ് എം.പി. ഉദ്ഘാടനം ചെയ്തു. നല്ല മികവോടെയും നല്ല ആലോചന ശക്തിയോടെയും നേതാശക്തിയോടെയും ഈ സംഘടനയെ കെട്ടിപ്പടുത്ത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ പ്രസിഡന്റിനെയും സെക്രട്ടറിയും പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയെ പ്രത്യേകം ഈ അവസരം ഉപയോഗിക്കും. സംസ്ഥാന പ്രസിഡന്റ് കെ.ആർ. ഭാസി അധ്യക്ഷത വഹിച്ചു. പി.കെ. സജീവ്, അഡ്വക്കേറ്റ് സി.കെ. വിദ്യാസാഗർ, തുറവൂർ സുരേഷ്, എം.എൻ. ഗോപിനാഥൻ, കെ.എസ്. സുരേഷ്, വി.ഇ. കമലാക്ഷി തുടങ്ങിയവർ പ്രസംഗിച്ചു. അഡ്വക്കേറ്റ് ടി.ഡി. എൽദോയ്ക്ക് ദേശീയ പ്രസിഡന്റ് പി.കെ. ഭാസ്കരൻ അവാർഡ് സമ്മാനിച്ചു. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയും മലയാള മനോരമയും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സെമിനാർ തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ മെയ് 28 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ 3 മണി വരെ നടക്കുമെന്ന് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എച്ച്. കൃഷ്ണകുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയും മലയാള മനോരമയും സംയുക്തമായി നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ സെമിനാർ തൊടുപുഴ അർബൻ ബാങ്ക് ഹാളിൽ മെയ് 28 തിങ്കളാഴ്ച നടക്കുകയാണ്. രാവിലെ 9 മണി മുതൽ 3 മണി വരെ നടക്കുന്ന സെമിനാർ ബഹുമാനപ്പെട്ട എം.പി. ശ്രീ പി.ടി. തോമസ് അവറുകൾ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രവേശനം സൗജന്യമായിരിക്കും. 23 വർഷമായി പ്രവർത്തിച്ചു വരുന്ന നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി 15 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് കോഴ്സുകളും 15 PG എഞ്ചിനീയറിംഗ് കോഴ്സുകളും പി.ടി. തോമസ് എം.പി. സെമിനാർ ഉദ്ഘാടനം ചെയ്യും. റാഷി മെക്കാർ സെമിനാർ നയിക്കും. പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണർ അക്കാദമിക് വിവരങ്ങൾ വിശദീകരിക്കും. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് മനോരമ തൊഴിൽ വീതി 3 മാസത്തേക്ക് സൗജന്യമായി ലഭിക്കും. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിന് 100% വിജയം. 40 കുട്ടികൾക്ക് A1 ലഭിച്ചു. 100 കുട്ടികൾക്ക് 80%-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചു. മികച്ച വിജയം നേടിയ കുട്ടികളെ സ്കൂൾ PTA അഭിനന്ദിച്ചു. പ്രിൻസിപ്പൽ ഫാദർ ജോസ് ചേറ്റൂർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് M.J. ജേക്കബ്, വൈസ് പ്രിൻസിപ്പൽ ഫാദർ സിബി കരിക്കിലാമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു. CBSE 10ാം ക്ലാസ്സിലെ പരീക്ഷയിൽ ഡീപോൾ പബ്ലിക് സ്കൂളിന് വളരെ അഭിമാനാർഹമായ വിജയം കൈവരിക്കാനായിട്ട് സാധിച്ചു. പരീക്ഷ എഴുതിയ 109 വിദ്യാർത്ഥികളിൽ 109 പേരും ഉന്നത വിജയം കരസ്ഥമാക്കി. അതിൽ 40 പേര് എല്ലാ വിഷയത്തിനും A1 ഗ്രേഡ് കരസ്ഥമാക്കുകയുണ്ടായി. 100 പേർക്ക് 80%-ലധികം മാർക്കും ലഭിച്ചു എന്നുള്ളത് പ്രത്യേകം പ്രസ്താവിക്കേണ്ട കാര്യമാണ്. ഈ വിജയത്തിന് പിന്നിൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ സംസ്ഥാന സർക്കാരിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും VFCKയുടെയും സംയുക്താത്മകത്തിൽ കരിമണ്ണൂരിൽ ആരംഭിച്ച പച്ചക്കറി വില നിയന്ത്രണ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോളി നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പിൻ്റെ കീഴിൽ പച്ചക്കറികൾക്ക് വില നിയന്ത്രണ മേള 1 മാസത്തേക്ക് നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ സബ്സിഡി വിതരണം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അത് കരിമണ്ണൂർ പഞ്ചായത്തും അടുത്ത പഞ്ചായത്തുകളിലെയും എല്ലാ ജനങ്ങൾക്കും വളരെ പ്രയോജനകരമായി നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത്, കച്ചവടം പൊടിപൊടിക്കാൻ സംശയമില്ല, കൂടുതൽ കച്ചവടം നടക്കും. അതോടൊപ്പം പരിസരങ്ങളും ഒക്കെയായി സൂക്ഷിക്കണമെന്നൊരു അഭ്യർത്ഥന എല്ലാവരോടും ഉണ്ട്. ഡിഫൻലി ഏബിൾഡ് പീപ്പിൾ കോൺഗ്രസ് വികലാംഗ യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടത്തി. DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനം P.T. തോമസ് എം.പി. ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ബുദ്ധിപരമായി മറ്റു രീതിയിലും അത് ഇരട്ടി കഴിവുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഡിഫറൻറ്റ്ലി മറ്റു തരത്തിൽ കൂടുതൽ ശക്തരായ നേരത്തെ വികലാംഗം എന്ന് പറഞ്ഞാണ് വിളിച്ചത്. വികലാംഗം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും പോരായ്മ അംഗവൈകല്യം ഉള്ളവരെ മാത്രമാണ് കണക്കാക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ നിയമത്തിലാണ് മറ്റു തരത്തിൽ കഴിവുള്ളവർ ചില പോരായ്മയുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് കൊറ്റാമം വിമൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അർഹരായ വികലാംഗർക്ക് വീൽചെയർ വിതരണവും പഠനോപകരണ വിതരണവും നടത്തി. ജില്ലാ പ്രസിഡന്റ് VP ജയപാൽ സ്വാഗതം പറഞ്ഞു. തൊടുപുഴ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ സ്പോർട്സ് ആയുർവേദ കോച്ചിംഗ് ക്യാമ്പ് നടന്നു. മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളായ ആൽബിൻ ജോസ്, ജിൻസ് മൈക്കിൾ, NJ അജോ, ടിറ്റു സെബാസ്റ്റ്യൻ, സാം വിജയ്, ജസ്റ്റിൻ ജോസ് തുടങ്ങിയവരും പരിശീലനത്തിന് കുട്ടികളെ സഹായിക്കുന്നുണ്ട്. ഇവിടുന്ന് ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ്, ഞങ്ങൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക്
കൂടുതലായി ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ സ്കൂളിലോട്ട് പോകുമ്പോഴും പുതിയ കോച്ചിങ് ഫീൽഡിലോട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണ് കൂടുതലായി വേണ്ടത്. അതിൻ്റെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങളിപ്പോൾ ഒരു മാസക്കാലം നീണ്ടൊരു കോച്ചിങ് ക്യാമ്പ് ഇന്ന് സമാപിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒരു മാസക്കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പിള്ളേരുടെ ഭാഗത്തു നിന്നായാലും എല്ലാവരുടെ ഭാഗത്തു നിന്നായാലും നല്ലൊരു സഹകരണമായിരുന്നു. പിള്ളേരെല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു. നല്ല നല്ല ഭാവിയുള്ള പിള്ളേരാണ്. കാരണം ആരും ഇവിടെ വന്നൊരു വെറും കൈ 70ഓളം കുട്ടികൾ സ്ഥിരമായി പരിശീലനത്തിനെത്തുന്നതായി ക്യാമ്പിന് നേതൃത്വം നൽകുന്ന സലീംകുട്ടി പറഞ്ഞു. ഫുട്ബോൾ, വോളിബോൾ, അത്ലറ്റിക്സ് എന്നിവയ്ക്കാണ് കോച്ചിങ് നടത്തുന്നത്. വെക്കേഷൻ ക്യാമ്പ് വോളിബോളിലും ഫുട്ബോളിലും അത്ലറ്റിക്സിലും സ്പോർട്സ് ആയുർവേദയാണ് ഈ ക്യാമ്പിന് സഹായം ചെയ്തു തന്നിരിക്കുന്നത്. ഈ സ്കൂൾ അടച്ചപ്പോൾ മുതൽ ന്യൂമാൻ കോളേജ് ഗ്രൗണ്ടിൽ 70 കുട്ടികൾ നിരന്തരം പ്രാക്ടീസിന് വന്നിരുന്നു. ഈ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ കായിക പരിശീലനം മാത്രമേ സാധാരണ നടത്താറുള്ളൂ. ഈ പ്രാവശ്യം ജില്ലാ ആയുർവേദ ഹോസ്പിറ്റൽ തൊടുപുഴയിലെ മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റായി നെറ്റ്സി കുര്യാക്കോസ് ചുമതലയേറ്റു. തൊടുപുഴ രാജീവ് ഭവനിൽ ചേർന്ന ചടങ്ങിൽ PT തോമസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യമേ തന്നെ പറയട്ടെ, നമ്മുടെ ജില്ലയിൽ മഹിളാ കോൺഗ്രസ്സിന് നല്ലൊരു പേരും പെരുമയും സംഘടനാപരമായ ഒരു കെട്ടുറപ്പും ഉണ്ടാക്കിയത് ശ്രീമതി ലീലമ്മയുടെ നേതൃത്വത്തിൽ ഇവിടെ ജില്ലാ കമ്മിറ്റിക്ക് പ്രവർത്തനം കൊണ്ടാണ് എന്ന് പറയാൻ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. ഇന്ന് ആ ചുമതലയിൽ നിന്ന് മാറി സംസ്ഥാന തലത്തിൽ വലിയൊരു ഉത്തരവാദിത്വമാണ് ലീലമ്മയ്ക്ക് കൈവന്നിരിക്കുന്നത്. പോരാത്തതിന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി തോമസ്, ജില്ലാ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ദു സുധാകരൻ, മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ്, DCC ജനറൽ സെക്രട്ടറി ജോൺ നടിയപാല, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ലീലമ്മ ജോസ്, ഷീജ ജെയിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തൊടുപുഴ ജ്യോതി ബസാറിൽ പ്രവർത്തിക്കുന്ന വൈസ് കിഡ്സ് അബാക്കസ് സെന്ററിൽ അബാക്കസ് ദിനം ആചരിച്ചു. ഫാദർ ജോസഫ് ക്ലക്കാട്ട്, തോമസ് നരിമറ്റം എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ഇതോടനുബന്ധിച്ച് കുട്ടികളുടെ അബാക്കസ് റാലി നടന്നു. ഡയറക്ടർ ജോൺ തൃക്കണാശ്ശേരി നേതൃത്വം നൽകി. അബാക്കസിന്റെ പുതിയ ബാച്ച് ജൂൺ മാസത്തിൽ ആരംഭിക്കും. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാമൊക്കെ പഠിച്ചില്ലേ ഉപയോഗിച്ച്. അതിൻ്റെ ഫലമായിട്ട് ബ്രെയിനിന് 2 ഭാഗമുണ്ടെന്ന് പറയുന്ന റൈറ്റ് ലെഫ്റ്റ്, അതൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് രണ്ടും ഒരുപോലെ ബ്രെയിനിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ അതൊക്കെ പഠിച്ചില്ലേ. അങ്ങനെ കൂടുതൽ ഇക്കാര്യത്തിൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പട്ടയ ഓർഡിനൻസ് ലാപ്സാക്കിയ UDF സർക്കാരിന്റെ നയം അപലപനീയമെന്ന് കേരള കോൺഗ്രസ് ലയനവിരുദ്ധ വിഭാഗം ചെയർമാൻ PC തോമസ്. മ്ലാവിന്റെ കൊമ്പുമായി 2 പേർ കലൂർക്കാട് പോലീസിന്റെ പിടിയിലായി. ഐക്യമലയാളി മഹാസഭ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിന് 100% വിജയം. 40 കുട്ടികൾക്ക് A1 ലഭിച്ചു. കരിമണ്ണൂരിൽ പച്ചക്കറി വില നിയന്ത്രണ മാർക്കറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ജോണി ഉദ്ഘാടനം ചെയ്തു. വികലാംഗ യൂണിയൻ ജില്ലാ സമ്മേളനം PT തോമസ് MP ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് ആയുർവേദ പരിശീലന ക്യാമ്പ് വിജയകരമായി മുന്നേറുന്നു. PS സലീംകുട്ടി നേതൃത്വം നൽകി വരുന്നു. തൊടുപുഴ വൈസ് കിഡ്സ് അബാക്കസ് സെന്ററിൽ അബാക്കസ് ദിനം ആചരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.